മുൻ എം പി കൂടിയായിട്ടുള്ള എ സമ്പത്ത് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എ സമ്പത്ത്, അതായത് ബജറ്റിന്റെ ഒരു പ്രാഥമിക പിക്ചർ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കേരളത്തിന്റെ ആവശ്യങ്ങളോട് ഇത്തവണയും കേന്ദ്രം മുഖം തിരിച്ചു എന്നാണോ? നമ്മൾ യൂണിയൻ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനെ വിലയിരുത്തുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് സഭയുടെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചതിനെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം വിലയിരുത്തേണ്ടത്. ഞാൻ ബഹുമാനിയായ ധനകാര്യമന്ത്രിയുടെ ശ്രീമതി നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ യൂണിയൻ ബഡ്ജറ്റ് അവതരണമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. പ്രസംഗത്തെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് ഒരു വിലയിരുത്തൽ നടത്തുന്നതിന് ഞാനിപ്പോൾ മുതിരുന്നില്ല എങ്കിൽ പോലും ഒന്നാമത്തെ വിഷയം എന്നുള്ളത് ഈ നമ്മുടെ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ അവരുടെ പ്രതിശീർഷ വരുമാനം, റിയൽ പെർ ക്യാപിറ്റ ഇൻകം യഥാർത്ഥത്തിലുള്ളത് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി, അതായത് ആളുകളുടെ റിയൽ പർച്ചേസിംഗ് പവർ എന്ന് നമ്മൾ പറയുന്നത്, സാധനങ്ങൾ വാങ്ങാൻ, സർവീസസിന് ചിലവാക്കാൻ, അവരുടെ ദൈനംദിന ജീവിതത്തിന് എന്നുള്ളത് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഫോർമൽ സെക്ടറിൽ നിന്ന് ആളുകളെ ഇൻഫോർമൽ സെക്ടറിലേക്ക് തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. സ്ഥിരം തൊഴിലുകൾ അത് അപ്രത്യക്ഷമാവുകയും കരാറടിസ്ഥാനത്തിലേക്ക് അത്തരത്തിൽ ആളുകളെ തള്ളി നീക്കുകയും നമ്മൾ ഗിഗ് വർക്കേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ചുരുക്കത്തിൽ ഒരു സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന നിലയിലേക്ക് വരികയാണ്. അടിസ്ഥാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഈ ബഡ്ജറ്റ് എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ഞാൻ ഒരു മിനിറ്റ് കൂടി എടുത്ത് പറയാം. അതിപ്പോ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ഫെഡറൽ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അതിനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ തന്നെ NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള തെലുങ്കുദേശം പാർട്ടി തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുകയും അത്തരം കാര്യങ്ങളെല്ലാം നടന്ന ജി എന്നുള്ള പേരിലേക്കെല്ലാം മാറ്റുകയും എല്ലാം ചെയ്യുകയും അതിന്റെ മൊത്തം ചെലവിന്റെ 40% സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ TDP തന്നെ ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവർക്ക് 2500 കോടി രൂപയുടെ അധിക ബാധ്യത വരികയാണ്. ആ 2500 കോടി രൂപയുടെ അധിക ബാധ്യത ഇന്ത്യ ഗവൺമെന്റ്, ഇത് പൂർണ്ണമായി ഇന്ത്യ ഗവൺമെന്റ് വഹിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെയാണ് ഇത്തരത്തിൽ സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കുന്നത്. മറ്റൊന്ന് ഡെവല്യൂഷൻ ഓഫ് ടാക്സസുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെതാണ്. അത് നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഏറ്റവും ഒടുവിലത്തെ നിലപാട് എന്താണ് എന്നുകൂടി അറിയേണ്ടതായിട്ടുണ്ട്. കേരളം എന്ന സംസ്ഥാനത്തിന് ഏറ്റവും ഒടുവിലായി ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് 1.90% അങ്ങനെ ആ ഇതിന്റെ നികുതി വിഹിതവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ വരുമ്പോൾ വാസ്തവത്തിൽ ഇന്നത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ, ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് വരുന്ന നികുതി പണത്തിന്റെ 50% ഏറ്റവും കുറഞ്ഞത് സംസ്ഥാനങ്ങളുമായി അത്തരത്തിൽ വീതം വെക്കണമെന്നുള്ളതാണ്. ഇത് കൂടാതെയാണ് ഗ്രാൻസിന് എയ്ഡായി വരേണ്ടതും മറ്റു വിധത്തിലുള്ള ധനസഹായങ്ങൾ വരേണ്ടതും. ഇത്തരം കാര്യങ്ങൾ ലഭ്യമല്ലാതിരിക്കുകയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ സ്വകാര്യവൽക്കരിക്കുന്ന നിലയിലേക്ക്, കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുന്ന നിലയിലേക്ക്, അതിൽ തന്നെ ഈ 500 കോർപ്പറേറ്റുകളെ ഇന്ത്യയിലെടുത്താൽ അതിൽ ഏറ്റവും മുകളിലുള്ള 10 കൂട്ടരുടെ കയ്യിലാണ് ഇന്ത്യയിലെ സമ്പത്തുക്കൾ, ആസ്തികൾ, സ്വത്തുക്കൾ ചെന്നെത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം, ഇവിടെ ഇപ്പോൾ ഇടത്തരക്കാരായിട്ടുള്ള ആളുകളും ഈ സ്ഥിരം തൊഴിൽ അത്തരത്തിൽ ലഭ്യമാകുന്നവർ, നമ്മൾ അത്തരത്തിൽ പറയുന്ന ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പ് എന്ന് പറയുന്ന ആളുകളുടെ പോലും യഥാർത്ഥത്തിലുള്ള അവരുടെ വരുമാനത്തിൽ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കാനായി നമുക്ക് കഴിയണം. ബഡ്ജറ്റ് എത്ര കണ്ട് ഇക്കാര്യത്തിൽ ഫലവത്താകുന്നു എന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ കൂടി ലഭ്യമാകുമ്പോഴേ പറയാൻ കഴിയുള്ളൂ. യെസ്, വളരെയധികം നന്ദി ശ്രീ സമ്പത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അതാണ്, അല്പസമയത്തിനകം തന്നെ ബജറ്റിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമാകും. അപ്പോൾ മാത്രമാണ് ആധികാരികമായി നമുക്ക് പ്രാഥമികമായി എന്തൊക്കെ സ്പർശിച്ചു പോയി എന്നത് മാത്രമാണ് ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കായിക മേഖലയെ പരിവർത്തനം ചെയ്യാൻ ഖേലോ ഇന്ത്യ ദൗത്യം ആരംഭിക്കും എന്ന് ബജറ്റിൽ പറയുന്നുണ്ട്. ജാംനഗറിലെ ലോകാരോഗ്യ സംഘടനയുടെ മെഡിക്കൽ സെന്റർ നവീകരിക്കും എന്നതാണ് മറ്റൊരു പ്രഖ്യാപനമായി പറയുന്നത്. ഒപ്പം നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കും എന്നതാണ്. അതിൽ കേരളം ഉൾപ്പെടുമോ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ? നാളികേരം എന്നത് ഇപ്പോൾ കേരളത്തിൽ അടക്കം അതിൻ്റെ ഉൽപാദനം കുറഞ്ഞു വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേരളത്തിന് ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക എന്നത് അറിയേണ്ടതുണ്ട്. മറ്റൊന്ന് AI-യുമായി ബന്ധപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ ആനിമേഷൻ, വിഷ്വൽ എഫക്റ്റ്, ഗെയിമിംഗ്
ഗെയിമിംഗ് മേഖലകൾക്ക് കൂടുതൽ സഹായം നൽകും എന്നതാണ്. അങ്ങനെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ച് ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിക്കും എന്നുള്ളതാണ്. ആയുഷ് ഫാർമസികളും മരുന്ന് പരിശോധനാ ലാബുകളും നവീകരിക്കും എന്നുള്ളതാണ്. ഈ 3 പുതിയ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരുമ്പോൾ അത് എവിടെയൊക്കെ എന്നതും നമുക്ക് അറിയേണ്ടതുണ്ട്. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് എന്നത് ഏപ്രിൽ 1 മുതൽ പുതിയ ആദായ നികുതി ആക്ട് പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആദായ നികുതി സ്ലാബുകളിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല. നേരത്തെ നമ്മൾ ന്യൂസ് ടെൻസിൽ തന്നെ അക്കാര്യം സൂചിപ്പിച്ചതാണ്. 12 ലക്ഷം വരെയുള്ളവർക്കാണ് ആദായ നികുതിയുടെ ഇളവ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉള്ളതായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതേസമയം പ്രവാസികളുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ നമ്മൾ ഈ പ്രഖ്യാപനത്തിൽ കാണുന്നുമുണ്ട്. അതുകൊണ്ട് കേരളത്തിന് ഒരു പരിധിവരെ അത് ഗുണകരമാകും എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു സംസ്ഥാനം ആണ് കേരളം എന്നതാണ്. ഒപ്പം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഫിനാൻസ് കമ്മീഷൻ നൽകുന്ന ഗ്രാന്റ് അത് 1.4 ലക്ഷം കോടി രൂപ എന്നതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതാനും മിനിറ്റ് മുമ്പ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ആണ് 15ാം ധനകാര്യ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച ശുപാർശകൾ നൽകുന്നത്. ഗ്രാന്റ് എത്ര നൽകണം എന്നത് ഉൾപ്പെടെ തീരുമാനിക്കുന്നത്. ആ കമ്മീഷന്റെ കാലാവധി ഈ ഏപ്രിൽ മാസത്തോടുകൂടി ഈ മാർച്ച് മാസത്തോടുകൂടി അവസാനിക്കും. അങ്ങനെ 16ാം ധനകാര്യ കമ്മീഷൻ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.